ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ദിനേശ്. അപ്പോൾ ഇന്ന് മക്കളുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ ഫസ്റ്റ് ഡേ ആണ്. മക്കളെല്ലാം വീട്ടിലിരിക്കുന്നില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരല്പം സ്പെഷ്യലായിട്ടുള്ള ഒരു ഗീ റൈസും ഒരു ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കോഴിക്കും ചിക്കൻ കറിക്കും നെയ്ച്ചോറിനുള്ള എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗീ റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഗീ റൈസിനുള്ള ചെമ്പടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിക്കുക. അതിലേക്ക് ഞാൻ ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി നെയ്യുടെ കൂടെ തന്നെ ബട്ടറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നെയ്ച്ചോറ് നല്ല ഒരു സ്പെഷ്യലാണ്, നല്ല സ്പെഷ്യൽ ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരു വെറൈറ്റിയാണ്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് സബോളയും കറിവേപ്പിലയും പിന്നെ തക്കാളിയും, ആവശ്യത്തിനുള്ള തക്കാളി, ഒത്തിരി തക്കാളിയൊന്നും വേണ്ട, കുറച്ച് തക്കാളി, കറിവേപ്പില, സബോള എന്നിവയെല്ലാം നെയ്യിലേക്കും ബട്ടറിലേക്കും ഇട്ടിടിച്ച് നമുക്ക് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് മസാലകളും എല്ലാം ചേർത്ത് ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി വീതം നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ചോറ് പറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബാണ്. അതൊരു 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സബോളയിലേക്ക്. അത് കൂടാതെ അതിലേക്ക് ഒരു അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ആ നെയ്യിലേക്ക് ചേർത്ത് വറുത്തെടുക്കുക. അതിൽ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അത് വെള്ളം തിളച്ച് അതിനായിട്ട് മൂടി വെക്കുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ചിക്കൻ കറിക്കായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ചേർത്തു. വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് തക്കാളി, സബോളയും എല്ലാം കൂടി, കറിവേപ്പില എന്നിവ എല്ലാം കൂടി നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. ആദ്യമേ ഇത്രയും ചേർന്നതിന് ശേഷം നമുക്കത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് അത് നന്നായിട്ട് വയറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ നെയ്ച്ചോറ്, ഞാൻ അരി വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഏകദേശം അരി വേകാറായിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടി വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒട്ടിപ്പിടിക്കാത്ത നല്ല നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയായി വെള്ളം പറ്റുന്നതനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറേശ്ശെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പ്രിപ്പറേഷൻ. അത് കഴിയുമ്പോൾ നമ്മുടെ സബോളയൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും മസാലകൾ ചേർത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തുകൊണ്ട് മല്ലിപ്പൊടി, മുളക് പൊടി മാത്രം ഇട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് അത് നമുക്ക് നന്നായിട്ട് വീണ്ടും ആ മസാലയുടെ പച്ചപ്പെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആർക്കും കുക്കിംഗ് ഒട്ടും അറിയാത്തവർക്കും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ സമയം കൊണ്ട് നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും ആവശ്യമായ സലാഡ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സലാഡിൻ്റെ കാര്യം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തൈര് ഒഴിച്ച് ആദ്യമേ സബോളയും പച്ചമുളകും എല്ലാം കൂടെ ഉപ്പ് ചേർത്ത് ഞെരടി വെച്ചതിന് ശേഷം ലാസ്റ്റ് തൈര് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നമുക്ക് വീണ്ടും അത് മസാലയുമായിട്ട് ചിക്കനും മസാലകളും എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കഴുകി വാലയ്ക്ക് വെച്ചാണ്, അതുകൊണ്ട് അധികം വെള്ളമില്ല. അപ്പം ഞാൻ അതിനായിട്ട് ഇതിലേക്ക് ഇച്ചിരി അല്പം ഒരു വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൂടെ ചേർത്ത് തട്ടിപ്പൊത്തി നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി. അതിനുശേഷം ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഞാനിവിടെ മല്ലിയിലൊന്നും എടുത്തിട്ടില്ല, നാടൻ കറിയാണ്. അപ്പോൾ കറിവേപ്പില മാത്രമാണ് ഇട്ടേക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഒരല്പം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് തൂകാൻ മറക്കല്ലേ. കണ്ടോ, അപ്പോൾ കോഴിക്കറി ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. നമുക്കിനി മൂടി വെച്ച് അത് വേകുന്നിടം വരെ കാത്തിരിക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, ആവശ്യത്തിന് ഒത്തിരി വെള്ളമൊന്നുമില്ല.
ആവശ്യത്തിനുള്ള വെള്ളം, കറി ഇതിൻ്റെ കൂടെ കൂട്ടാനുള്ള, നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ള ആവശ്യത്തിനുള്ള ഗ്രേവിയാണ്. ഒത്തിരി പറ്റിച്ചിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. അതിനുശേഷം മക്കളെല്ലാം പ്ലേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ചോറും കറിയും എല്ലാം കൂടെ കൂട്ടി എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇച്ചിരി നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടെങ്കിൽ 3 നേരത്തിന് വരെ 4 നേരവും കഴിച്ചോളും. ചോറൊക്കെയാണ് വലിയ താല്പര്യമില്ല. നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനെയുള്ളതായിട്ട് എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അമ്മേ ഞാൻ സാധാരണ എപ്പോഴും ബാസ്മതി അരിയാണ് എടുക്കുന്നത്. ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് കൈമാരിയുടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. കൈമാരിയുടെ നെയ്ച്ചോറ് വളരെ ചുരുക്കമായിട്ടേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഈ രീതിയിലൊന്ന് നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കി എല്ലാവരും മക്കൾക്ക് കൊടുക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.